ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഭാരതത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് വേമ്പനാട്ട് കായൽ. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ഈ ജില്ലകളിലായി പരന്നു കിടക്കുന്ന വേമ്പനാടിൻ്റെ വിസ്തീർണം 1512 ചതുരശ്ര കിലോമീറ്ററാണ്. അച്ചൻകോവിലാറ്, മണിമലയാറ്, മീനച്ചിലാറ്, മൂവാറ്റുപുഴയാറ്, പമ്പാനദി, പെരിയാർ എന്നീ നദികൾ ഈ കായലിൽ ഒഴുകിയെത്തുന്നു. അതുപോലെ പാതിരാമണൽ, പള്ളിപ്പുറം, പെരുമ്പളം തുടങ്ങിയ ദ്വീപുകൾ വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട്ട് കായൽ അറബിക്കടലുമായി ചേരുന്ന പ്രദേശമാണ് നമ്മൾ പറയുന്നത് കൊച്ചി തുറമുഖം. റാംസർ ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഉടമ്പടി അനുസരിച്ച് അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു കായലായി വേമ്പനാട്ട് കായലിനെ അംഗീകരിച്ചിരിക്കുന്നു. പിന്നെ ഞങ്ങൾ കോട്ടയം ജില്ലക്കാർ കടൽ തീരമൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബീച്ചായിട്ട് കരുതിയിരിക്കുന്നതും വേമ്പനാട്ട് കായലിൻ്റെ തീരമാണ്. വർഷത്തിൽ 6 മാസം ഉപ്പുവെള്ളവും ബാക്കി 6 മാസം ശുദ്ധജലവുമാണ് വേമ്പനാട്ട് കായലിലുള്ളത്. മഴക്കാലത്ത് കായലിൽ നിന്ന് കടലിലേക്ക് വെള്ളം ഒഴുകുന്നത് കൊണ്ടാണ് ആ സമയത്ത് ശുദ്ധജലം കിട്ടുന്നത്. വേനൽക്കാലത്ത് കടലിൽ നിന്നും കായലിലേക്കാണ് വെള്ളം ഒഴുകുക. ഇതുകൊണ്ട് കായലിൽ വെള്ളം ഉപ്പ് രസമുള്ളതാകുന്നു. തണ്ണീർമുക്കം ബണ്ട് കുട്ടനാടൻ കർഷകർക്ക് ഒരുപാട് സഹായകമാണെങ്കിലും ചില പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഈ ബണ്ട് മൂലം ഉണ്ടായിട്ടുണ്ട്. കായലിൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ടത് കുട്ടനാട്ടിലെ കായലിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നുണ്ട്. ആഫ്രിക്കൻ പായലിൻ്റെ അനിയന്ത്രിതമായ വളർച്ചയുടെ കാരണവും തണ്ണീർമുക്കം ബണ്ടാണെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും വേമ്പനാട്ട് കായലിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ തണ്ണീർമുക്കം ബണ്ടിൽ നിന്നുള്ളത്. അവിടെ അതിലെ പോകുന്നവരൊക്കെ എന്തായാലും അവിടെ ഒന്ന് നിർത്തി അതെല്ലാം കണ്ടിട്ടേ പോകൂ. അത്ര മനോഹരമാണ്. വേമ്പനാട്ട് കായലിൻ്റെ കൊച്ചിയിലുള്ള പേരെന്താണെന്നറിയോ? വീരൻപുഴ. കൊച്ചിയിലുള്ള വേമ്പനാട് കായലിൻ്റെ വടക്ക് ഭാഗമാണ് വീരൻപുഴ. കൊച്ചി അഴി മുതൽ മുനമ്പം അഴി വരെയുള്ള കായലാണ് വീരൻപുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈപ്പിൻ ദ്വീപിനടുത്തും വേമ്പനാട്ട് കായൽ വീരൻപുഴ എന്നറിയപ്പെടാറുണ്ട്. 1980കളുടെ ആദ്യ പാദത്തിൽ മുനമ്പത്ത് നിന്ന് എറണാകുളത്തേക്ക് എപ്പോഴും ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. വീരൻപുഴയുടെ നായരമ്പലത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗം ഭയങ്കര മനോഹരമാണ് കേട്ടോ. എങ്കിലും അടുത്ത കാലത്ത് വരെ അധികം വിനോദസഞ്ചാരികൾ ഈ സുന്ദരമായ പ്രകൃതി ദൃശ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരുന്നില്ല. ഇന്നിവിടെ പല ഉല്ലാസ താമസ സൗകര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. കുട്ടനാട്ടിലെ സമുദ്രത്തിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനാണ് ഈ തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചത്. 1958 ബണ്ട് നിർമ്മാണം ആരംഭിച്ചത്. 1975 അത് പൂർത്തിയാകുകയും ചെയ്തു. വടക്ക് വെച്ചൂര് മുതൽ തെക്ക് തണ്ണീർമുക്കം വരെ വേമ്പനാട്ട് കായലിന് കുറുകെയാണ് പണിഞ്ഞിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ ഷട്ടറുകൾ താഴ്ത്തുകയും മെയ് മാസത്തിൽ ഉയർത്തുകയും ചെയ്തു. ഞാൻ ഈ വീഡിയോ പിടിച്ചിരിക്കുന്നത് മെയ് മാസത്തിലാണ് കേട്ടോ. അപ്പോൾ ഷട്ടറുകളെല്ലാം ഉയർത്തുന്ന സമയത്താണ്.
നോക്കണോ